ഞാൻ അപ്പഴേ പറഞ്ഞത് ഐഫോൺ എടുക്കാൻ. നീയാണ് നോക്കിയ എടുത്തോണ്ട് വന്നത്. ആ നീ തന്നെ. നിന്റെ അടുത്ത് ഞാൻ പോയെന്ന് പറയാ, കടയിൽ പോയി ഒരുപാട് ഐഫോൺ കൊണ്ടുവന്നു. നീ പോയി ഒരുപാട് നോക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ എത്ര ലാഗ്. ഹലോ ഗൈസ്, ഞാനാണ് സി. എന്നെ അറിയാമോ? ഹലോ ഗൈസ്, ഞാൻ പോവാണ്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഞാൻ MC. എന്നെ അറിയാമോ? എനിക്ക് മനസ്സിലായി, എന്നെ ആർക്കും അറിയൂല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പോകുന്ന വഴി പോകുന്ന പൂച്ചയുടെ പേര് ഓർത്തിക്കും. അതിന് 3-4 അക്ഷരം കാണ്ടേ ഉള്ളു. കാറ്റ് 3 അക്ഷരം. എനിക്കറിയാം, പറയട്ടെ. പറ. എടാ എന്റെ പേര് ഇപ്പോഴും ഓർത്ത് വെച്ചോ, MC. എടാ MC 10 പ്രാവശ്യം എഴുതി നോക്കടാ നിന്റെ നോട്ടി. ഇതെങ്കിലും ഓർത്തിരി എന്റെ പേര്. നാളെ കേട്ട് പോളാ. ഇന്നലെ പോയൊരു കൂട്ടിയെടുത്ത് ഞാൻ എന്റെ പേര് ചോദിച്ചു, എന്നെ അറിയാമോന്ന് ചോദിച്ചു. അവനെന്തോ പറഞ്ഞതറിയാവാ? കൊക്കക്കോരങ്ങനെന്നല്ല, അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അയഫാം ഒന്നും ആയിട്ടല്ല. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അയഫാം അല്ല. ഞാൻ എന്തോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അയഫാം എന്നല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ. അയഫാം ഉണ്ടാക്കാൻ നമുക്ക് എന്തോ വേണ്ട, കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞല്ല, ഇതിനകത്തുള്ള കുഞ്ഞ്. നീക്ക് അത് വിചാരിച്ചു ഈ വില്ലേജർ കുഞ്ഞ്. അപ്പൊ ഇത് വേണേ നമുക്ക് എന്തോ വേണ്ട. റമദാൻ മാസത്തിൽ ഇവൻ എങ്ങനെ ജനിച്ചു? അവിടെ കുഞ്ഞു വല്ലതും ഉണ്ടാ? സഫറുള്ള കുഞ്ഞൊന്നും ഇല്ല. ഹായ്, ഞാൻ MC. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ വില്ലേജർ കുഞ്ഞിന് വേണമെങ്കിൽ ഇതുവാ വേണ്ടേ? തിന്നാ ഫുഡ് വേണം. ഇപ്പൊ ഞാൻ ഇൻവെർട്ടറിൽ സാധനം കാണിക്കട്ടെ. കേട്ടാ, എൻ്റെ കൈ കഴിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. 20 ബ്രെഡ് കഴിഞ്ഞാൽ ഞാൻ ആരായി? പിച്ചക്കാരനായി. ചേട്ടാ 10 രൂപ 20 രൂപ സൂപ്പർ ചാറ്റ് തരണേ. അങ്ങനല്ലേ, നീ വിഷു ചെയ്യാൻ പോവാണെങ്കിൽ ഞാൻ പറയുന്ന പറ. പറഞ്ഞു നോക്കാം. അമ്മച്ചി പൈസ തേതോ, പൈസ. നമ്മൾ പാവപ്പെട്ടവരെ അംബാനി കുടുംബത്തിൽ നിന്നൊന്നുമില്ല. ഒരിത്തിരി പൈസ തന്നിരുന്നെങ്കിൽ ജീവിച്ചു പോയേനെ. 500 രൂപയുടെ പൈസ ഇട്ടാ മതി കേട്ടോ. 500 രൂപ ഉണ്ടാക്കാൻ പോവാണ്. ഫുഡ് ഫാം. അത് എവിടെയായിട്ട് ഉണ്ടാക്കാൻ പോവാ? അപ്പം ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാം. ദിസ് വീഡിയോ സ്പോൺസർ ബൈ മോൺസ് ചാനൽ. അപ്പം എല്ലാവരും പോയി മോൺസ് ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ആരാ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് എല്ലാവരും മോൺസ് ഗെയിമിൻ്റെ ചാനലിൽ പോയി ടൈപ്പ് ചെയ്യണം, MC മോൺസിനെ പ്രൊമോട്ട് ചെയ്തെന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തിരിക്കണം. അവനറിയണം MC പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആ പട്ടി എൻ്റെ ഒരു വീഡിയോ പോലും കാണാറില്ല. അതന്നെ, ഒരു വീഡിയോ പോലും. എൻ്റെ ഭയങ്കര ഒരു വീഡിയോ പോയി അവൻ കമൻറ്റ് പോലും ചെയ്തിട്ടില്ല. കൂട്ടുകാരനല്ല. ഞാൻ അവൻ്റെ വീഡിയോ ഫുള്ള് കാണും, അവൻ എൻ്റെ വീഡിയോ ഫുള്ള് കാണാറില്ല. ഈ വില്ലേജറിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സപ്ലൈ ഞാൻ ചെയ്തു. അങ്ങനെ ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ വെട്ടും പ്ലേസ് ചെയ്യും. അപ്പോൾ എൻ്റെ ബുദ്ധിയിലൊരു ബുദ്ധി ഉദിച്ചു. അതായത് ഈ ഫാം അങ്ങോട്ട് പണി ചെയ്യാം, എന്നിട്ട് വീഡിയോ ഇട്ടിട്ട് വ്യൂ കിട്ടും. വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഞാൻ ലെസ് പ്ലെയിൻ ഇതൊക്കെ ചെയ്തായിരിക്കും. വ്യൂ കിട്ടില്ല. ഇതൊക്കെ ചെയ്താൽ അറിയാൻ കഴിയും. ഈ വീറ്റ് ഫാം നമ്മൾ ഇത്തിരി ബിൽഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാറ്റ് ഫാം ഉണ്ടാക്കും, അത് ഈ വീറ്റ് ഫാം. ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ 2 ചെയ്യും. എനിക്കയ്യോ 2 വീഡിയോ ആയിട്ട് ചെയ്യാം. എൻ്റെ വീട്ടിൽ അപ്പുറത്തെ കുട്ടികൾ ഇങ്ങോട്ട് വന്നതാണ്. അവന്മാരറിയും ഞാൻ യൂട്യൂബറാന്ന്. എങ്ങനെയാണെന്ന് അറിയൂല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേച്ച് യൂട്യൂബറിൻ്റെ വീട്ടിൽ നിൽക്കാന്ന് പറയും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കുറങ്ങനെ ചെരിയും കൊണ്ട് വന്നിരിക്കും.
ഫാമിംഗ് ഏരിയ. ചുമ്മാ പറയാം. ടണ്ടടാ, എൻ്റെ മോനെ ആദ്യമായിട്ടാണ് ഞാൻ ഫാമിംഗ് ഏരിയ ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആദ്യമായിട്ടാ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ക്യാരറ്റ് ഇരിക്കുന്നത്. ഇത് പ്ലേസ് ചെയ്ത ക്യാരറ്റ്, പ്ലേസ് ചെയ്ത് മിച്ചം വന്ന ക്യാരറ്റ്. ആൻഡ് ഇത് നമ്മുടെ വീറ്റ് ഫാം. ഇവിടെ വീറ്റ് ഇരിക്കും, ഇവിടെ സീഡ് ഇരിക്കും, ഇവിടെ ഇങ്ങനെ വീറ്റ് ഇരിക്കും. അത് ഞാൻ സെറ്റാക്കി വെച്ചേക്കാം. അപ്പോൾ കാണാൻ ഇത്തിരി ലുക്ക് കിട്ടും. ഇത്രേ ഉള്ളു. അയ്യോ, അത് ഫുള്ള് ഇൻവെൻട്രി വന്നടാ. ഞാനത് സെറ്റാക്കിയിട്ടുണ്ട്. രാത്രി പിന്നെ ഇല്ലേ, ഇനി എന്തായാലും ഫാമിൻ്റെ വീഡിയോ പെട്ടെന്ന് ഒരു കാര്യം ഞാൻ ഇത് വയ്ക്കിയേ. 2 വില്ലേജ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാൻ ഈ പണിയുന്നതിനിടക്ക് ഇവന്മാർ ഇവിടെ ഇതായതാ. ഓക്കെ, ഇനി ഇത് പഴയ പോലെ ഗ്രാസ് ആവാൻ വേണ്ടി ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെയും ഈ വെള്ളത്തിലൂടെ ഒരു ബ്ലോക്കും. ഇനി ഇത് പതിയെ ഗ്രാസ് ആയിക്കോളും. ദേ ഭയങ്കര ഫാസ്റ്റ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. ഇനി ഞാൻ ഇറങ്ങി നൈറ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഞാൻ അങ്ങനെ തീർത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറ. ഇത് കൊള്ളത്തില്ലെങ്കിൽ ഇത് ഇനി എങ്ങനെ മാറ്റിപ്പറയണം നിങ്ങളെല്ലാവരും കമൻറ്റിൽ പറ. കമൻറ്റീസ് എപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാത്തത് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നു. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യുമെന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം. ടാറ്റാ ബൈ. ഇറങ്ങി പോടാ എൻ്റെ വീഡിയോക്കകത്തുനിന്ന്.